സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് വാഷ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ. വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഡൈല്യൂട്ടഡ് ഫോം ഓഫ് ആൽക്കഹോൾ ആണ്. അതായത് ആൽക്കഹോൾ ഉണ്ട്, ബട്ട് ദാറ്റ് ഡൈല്യൂട്ടഡ് ആണ്. 8 to 10% മാത്രം സ്ട്രോങ് ആണ് ഈ വാഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് എഴുതി പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. വെറുതെ ക്ലാസ്സിൻ്റെ തൊട്ട് ഒരു കാര്യമില്ല. നോട്ട്സ് എടുക്കുക, എഴുതുക, ബുക്ക് എടുക്കുക, പഠിക്കുക. ഓക്കെ, സോ നമുക്ക് വാഷിങ് തുടങ്ങാം. വാഷിനെ നമ്മൾ എങ്ങനെ നല്ല കിക്കുള്ള നല്ല എഫക്റ്റ് ഉള്ള ആൽക്കഹോളാക്കി മാറ്റാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളെ വാഷിനെ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് നോക്കാം. നമ്മൾ ആദ്യം നമ്മുടെ വാഷ് എടുക്കാം. ഈ വാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി 8 to 10% സ്ട്രോങ് ആണ് വാഷ് എന്ന് പറയുന്നത്. ഈ വാഷിനെ എടുത്തതിന് ശേഷം നമ്മളതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് വിധേയമാക്കുക. എന്ത് ചെയ്യുക? ഈ വാഷിനെ എടുത്തതിന് ശേഷം അതിനെന്ത് ചെയ്യുക? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുക. വാട്ട് ഡു യു മീൻ ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. പോട്ടെ, നിങ്ങൾ പല പല സിനിമയ്ക്കത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഒരു കലം, ഈ കലത്തിൻ്റെ മുകളിൽ വേറൊരു കലം, ഈ കലത്തിൻ്റെ മുകളിൽ വേറൊരു കലം. കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ തീയിട്ടേക്കും. എന്നിട്ട് ഈ കലത്തിൻ്റെ മുകളിൽ നിന്നൊരു ട്യൂബ് ഇങ്ങനെ 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 വന്നിട്ടുണ്ടാവും. ഈ ട്യൂബ് ഒരു പാത്രത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഈ പാത്രത്തിലായിരിക്കും നമ്മുടെ കള്ള് ഒന്നറിയാം അല്ലേ? കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു കലത്തിൻ്റെ മുകളിൽ വേറെ. ഇത് തന്നെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് വെർഷനാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ബേസിക് വെർഷനാണ് ഈ ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. സോ എന്തവിടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ താഴെ തട്ടിൽ നമ്മളെ ഫ്രൂട്ട്സും നമ്മുടെ കുറച്ചും പല്ലിയും പാറ്റയും ആൽക്കഹോളും ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ കുറേ ഹോൾസ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസ് വഴി ഇവാപ്പറേറ്റ് ആവുന്ന നമ്മുടെ ഈ ഒരു ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആവുന്ന ആൽക്കഹോൾ പല പല ഘട്ടമായിട്ട് ഇവാപ്പറേറ്റ് ആയി ഇതിലേക്കൂടെ ഇറങ്ങി വരും. ഓക്കെ, ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടക്കുന്നു. നമ്മൾ ഈസ്റ്റ് ഇട്ട് റെഡിയാക്കി എടുത്ത ആ ഒരു സാധനം ഉണ്ടല്ലോ, വാഷ്. ആ വാഷിന് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുന്നു. ഇങ്ങനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ നമുക്കൊരു സാധനം കിട്ടൂടാ. ആ സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. എന്ത് വിളിക്കും? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 95.6% 96.5, ഐ തിങ്ക് ഇറ്റ്സ് 96.5%. ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വെരിഫൈ ചെയ്യുക. 96.5% സ്ട്രോങ് ആയിരിക്കും ഈ കിട്ടുന്ന റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് 96.5% സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോളാണ് ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് നല്ല സ്ട്രോങ് ആണ്, അടിച്ച കിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പിരിറ്റിനെ, ഈ ഒരു ആൽക്കഹോളിനെ നമ്മൾ ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത്? നമ്മൾ ഈ സാധനമൊക്കെ എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത്? ഈ ഒരു സാധനം നമ്മൾ ആൽക്കഹോൾ, നമ്മൾ ഈ ഒരു എത്തനോളിനെ പല പല യൂസിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മളെ പെർഫ്യൂംസിലും അങ്ങനെ പല പല ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് നേരത്തെ പഠിച്ചു. അപ്പോൾ പല പല ആപ്ലിക്കേഷന് വേണ്ടി ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും എടുത്ത് കുടിക്കാൻ വേണ്ടിയാണോ? അല്ല. ഇതിങ്ങനെ ഈ റെക്ടിഫൈഡ് സ്പിരിറ്റായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാരെടുത്ത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേണമെങ്കിൽ നൈസ് വന്നിട്ട് കുപ്പി എടുത്തിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടങ്ങ് പോവാം. ഓക്കെ, സോ അതുമാതിരി അല്ലാണ്ട് പല കാര്യങ്ങളിലും മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ. സോ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ മിസ്യൂസ് തടയാൻ വേണ്ടി റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തേക്ക് നമ്മൾ കുറച്ച് വിഷം ചേർത്ത് വെക്കും. എന്തിനു വേണ്ടി? കുടിച്ച ചാവാൻ വേണ്ടി. മിസ്യൂസ് ചെയ്യണ്ട, ആരും അങ്ങനെ മിസ്യൂസ് ചെയ്യണ്ട. അപ്പം മിസ്യൂസ് തടയാൻ വേണ്ടി റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ മിസ്യൂസ് തടയാൻ വേണ്ടി നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും? പോയിസൺ ആഡ് ചെയ്യും. എന്താ ആഡ് ചെയ്യും? പോയിസൺ ആഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പോയിസൺ ആഡ് ചെയ്ത് റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്ത് പോയിസൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. എന്ത് വിളിക്കും? ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. സോ റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തേക്ക് പോയിസൺ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഇനി ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, ഞാൻ ചേർത്ത പോയിസൺ മെത്തനോൾ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പോയിസൺ ആഡ് ചെയ്യുന്നു പറഞ്ഞു, റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തേക്ക് പോയിസൺ ആഡ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു, ഞാൻ ചേർത്ത പോയിസൺ മെത്തനോൾ എന്ന് പറയുന്ന പോയിസൺ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചു മെഥനോൾ എന്താ, നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചു മെഥനോൾ. അന്നേരം ഞാൻ പറഞ്ഞു മെഥനോൾ എന്ന് പറഞ്ഞാൽ ടോക്സിക് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, വിഷമുള്ള സാധനം എന്ന് പറഞ്ഞായിരുന്നു. യെസ്, അപ്പം ഞാൻ ചേർക്കുന്ന
വിഷം മെഥനോൾ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ചേർക്കുന്ന വിഷം മെഥനോൾ ആണെന്നുണ്ടെങ്കിൽ, എന്തിനു വേണ്ടി വിഷം ചേർക്കുന്നത്? മിസ്യൂസ് തടയാൻ വേണ്ടി. അപ്പോൾ ചേർക്കുന്ന വിഷം മെഥനോൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മെഥിലേറ്റഡ് സ്പിരിറ്റ്. എന്ത് വിളിക്കും? മെഥിലേറ്റഡ് സ്പിരിറ്റ്. ഈ ടേംസ് ഒക്കെ ഓർത്ത് വെച്ചേക്കാം. വാഷ എടുത്തു, വാഷിനെ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ചെയ്ത് നമുക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്ത് പോയിസൺ ചേർത്ത് നമുക്ക് ഡീനേച്ചർഡ് സ്പിരിറ്റ് കിട്ടും. ഈ ചേർക്കുന്ന പോയിസൺ മെഥനോൾ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ദാറ്റ്സ് ഓൾ ഗൈസ്. വളരെ സിമ്പിൾ. ഇനി ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇൻഡസ്ട്രിയിൽ സാധനം സൂക്ഷിക്കുന്ന രീതിയാണ് പറഞ്ഞത്. ഇനി ഏതെങ്കിലും വിധേനെ ഈ 96.5% സ്ട്രോങ് ആയിട്ടുള്ള റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഞാൻ പിന്നെയും ഒന്നും കൂടെ ഏതെങ്കിലും ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ കൂടെ 100% സ്ട്രോങ് ആക്കി എന്ന് വിചാരിക്കാം. ഈ 96.5% ആയിട്ടുള്ള നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള എഥനോളിനെ 100% സ്ട്രോങ് ആക്കി എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ, എങ്ങനെ സ്ട്രോങ് ആക്കും നമ്മൾ പറയുന്നില്ല, അങ്ങനെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ 100% സ്ട്രോങ് ആയിട്ടുള്ള എത്തനോളിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. മറക്കരുത്, അബ്സല്യൂട്ട് ആൽക്കഹോൾ. 100% സ്ട്രോങ് ആയിട്ടുള്ള എത്തനോളിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേക്കാം. അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ കൂടെ, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താ? 100% സ്ട്രോങ് ആയിട്ടുള്ള എഥനോൾ. സോ ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ കൂടെ ഞാൻ കുറച്ച് പെട്രോൾ മിക്സ് ചെയ്യാന്ന് വിചാരിക്കാം. ഞാൻ കുറച്ച് എന്ത് മിക്സ് ചെയ്യുന്നു? പെട്രോൾ മിക്സ് ചെയ്യാന്ന് വിചാരിക്കുക. ഇങ്ങനെ ഞാൻ പെട്രോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഞാൻ വിളിക്കാൻ പോണ പേരാണ് പവർ ആൽക്കഹോൾ. എന്ത് വിളിക്കും? പവർ ആൽക്കഹോൾ. അപ്പോൾ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ കൂടെ ഞാൻ പെട്രോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാൻ പോണ പേരാണ് പവർ ആൽക്കഹോൾ. എന്ത് വിളിക്കൂടാ? പവർ ആൽക്കഹോൾ എന്ന് വിളിക്കും. പവർ ആൽക്കഹോൾ. സോ നമ്മൾ ഇന്ന് നമ്മുടെ പമ്പിൽ കാണുന്ന പെട്രോളാണ് E20 പെട്രോൾ. വാട്ട് ഡു യു മീൻ ബൈ E20 പെട്രോൾ? E20 പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 80% പെട്രോളും 20% എത്തനോളും ആണ്. ആക്ച്വലി നമ്മളിന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറയുന്നത് പവർ ആൽക്കഹോൾ ആണ്. മെഥനോളിൻ്റെയും പെട്രോളിൻ്റെയും മിക്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ വണ്ടികൾക്ക് ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സർക്കാർ E20 പെട്രോളാണ് നിലവിൽ നമുക്ക് തരുന്നത്. ഓക്കെ, നമ്മുടെ പമ്പുകളിലേക്ക് കിട്ടുന്ന പെട്രോൾ E20 പെട്രോളാണ്. 80% പെട്രോളും 20% എഥനോളും. സോ ദാറ്റ് ഈസ് നോൺ ആസ് പവർ ആൽക്കഹോൾ. ഞാൻ വിളിക്കുന്ന പേരാണ് പവർ ആൽക്കഹോൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ്